നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ഒരു പ്രത്യേക വിഷയത്തിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. ദൈവത്തിന്റെ കാരുണ്യം, പിന്നെ അതുപോലെ നമുക്ക് കിട്ടുന്ന കരുതൽ. ദൈവകാരുണ്യവും കരുതലും എന്നൊരു ലേഖനത്തിൽ നിന്നുള്ള ഒരു ഭാഗം വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് ഖുറാനിലെ ഒരു വചനമാണ്. സൂറത്ത് അൽ കഹഫ് അതിനെക്കുറിച്ചാണിത്. നമുക്ക് ഇതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി നോക്കിയാലോ? ആ, തീർച്ചയായും. ഇതിലൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ദൈവകാരുണ്യത്തെ വെറുമൊരു ആശയമായിട്ടല്ല ഇവിടെ കാണുന്നത്, മറിച്ച് അതൊരു അനുഭവമായിട്ടാണ്. നമ്മൾ നോക്കുന്ന ആ വചനം സൂറത്ത് അൽ കഹ്ഫിലെ, അതായത് 18-ാം അധ്യായത്തിലെ 16-ാം വചനമാണ്. 18.16. ശേ, അപ്പോ ഈ വചനം നമുക്ക് തരുന്ന ഒരു ഒരു ഉൾക്കാഴ്ച അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് ദൈവികമായ കാരുണ്യം, കരുതൽ, ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്നും ചിന്തിക്കാം. ആ വചനം ഇങ്ങനെയാണ്: അവരെയും അല്ലാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നതിനെയും നിങ്ങൾ വിട്ടൊഴിഞ്ഞ സ്ഥിതിക്ക് ആ ഗുഹയിൽ നിങ്ങൾ അഭയം പ്രാപിച്ചുകൊള്ളുക. നിങ്ങളുടെ രക്ഷിതാവ് അവന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വിശാലമായി നൽകുകയും നിങ്ങളുടെ കാര്യത്തിൽ സൗകര്യപ്രദമായത് ഏർപ്പെടുത്തി തരികയും ചെയ്യുന്നതാണ്. ഇത് ഒരു പ്രത്യേക സാഹചര്യമാണല്ലോ പറയുന്നത്, ഒരു കഥ പോലെ. അതെ അതെ, ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവർ വിശ്വസിക്കാത്ത ഒരു സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അവരുടെ ആ വിശ്വാസ രീതികൾ കാരണം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരൊരു ഗുഹയിൽ പോയി ഒളിക്കുകയാണ്. അവിടെയാണ് ഈ വാഗ്ദാനം വരുന്നത്. ദൈവം രണ്ട് കാര്യങ്ങൾ ഉറപ്പുകൊടുക്കുന്നു. ഒന്ന്, എന്റെ കാരുണ്യം നിങ്ങൾക്ക് കിട്ടും, വിശാലമായി കിട്ടും. രണ്ട്, നിങ്ങളുടെ കാര്യത്തിൽ, അതായത് ആ അവസ്ഥയിൽ ഏറ്റവും സൗകര്യപ്രദമായത് ഞാൻ ഏർപ്പാടാക്കി തരും. ഉം. ഈ കാരുണ്യം വിശാലമായി നൽകും, പിന്നെ സൗകര്യപ്രദമായത് ഏർപ്പെടുത്തും എന്നൊക്കെ പറയുമ്പോൾ അത് വെറും എന്താ പറയാ ഭൗതികമായ സഹായം മാത്രമാണോ? അതോ നേരത്തെ പറഞ്ഞ പോലെ ഒരു അനുഭവവേദ്യമായ കാരുണ്യം എന്ന ആശയവുമായി ഇതിന് ബന്ധമുണ്ടോ? ആ, അത് നല്ലൊരു പോയിന്റാണ്. ഈ സ്രോതസ്സ് പറയുന്നത് ആ ആഴത്തിലുള്ള അർത്ഥത്തെക്കുറിച്ചാണ്. അതായത് ആ ചെറുപ്പക്കാർ ഗുഹയിൽ പോയപ്പോൾ അവർക്ക് വെറുമൊരു ഷെൽട്ടർ മാത്രമല്ല കിട്ടിയത്. അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, ആ കാരുണ്യം, അത് ചിലപ്പോൾ ഒരു മനസ്സമാധാനമായിരിക്കാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സഹായങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ധൈര്യം, ഉള്ളിൽ തോന്നുന്ന ഒരു ശക്തി, അങ്ങനെ ഒരു അനുഭവം അവർക്ക് കിട്ടി. പിന്നെ സൗകര്യപ്രദമായത് ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രതിസന്ധിയിൽ അവർക്ക് മുന്നോട്ടു പോകാൻ ഏറ്റവും എളുപ്പമുള്ള, അല്ലെങ്കിൽ ഏറ്റവും പറ്റിയ വഴികൾ ദൈവം ഒരുക്കി കൊടുത്തു. അപ്പോൾ ഇത് പുറമേയുള്ള സംരക്ഷണം മാത്രമല്ല, അകമേയുള്ള ഒരു താങ്ങും കൂടിയാണ്. ശരി ശരി. അപ്പൊ ദൈവത്തിൽ നമ്മൾ ശരിക്കും ആശ്രയിക്കുമ്പോൾ കിട്ടുന്ന സഹായം, അത് ആ സാഹചര്യത്തിന് ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും സൗകര്യപ്രദമായ രീതിയിലായിരിക്കും വരിക എന്നൊരു സൂചനയുണ്ടല്ലേ ഇതില്? ആ ഗുഹ അന്ന് അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഒരിടമായി മാറിയ പോലെ. അതെ, കൃത്യമായി അതാണ് കാരുണ്യത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ്. അതൊരു വെറുമൊരു തിയറിയല്ല. ആ യുവാക്കൾക്ക് ആ ഗുഹയിൽ താമസിച്ചത് ഒരു കഷ്ടപ്പാടായിട്ടല്ല തോന്നിയത്, മറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യവും കരുതലും നേരിട്ടറിയാനുള്ള ഒരു അവസരമായിട്ടാണ് അത് മാറിയത്. പ്രതിസന്ധി വരുമ്പോഴും ദൈവം എങ്ങനെ കാര്യങ്ങൾ എളുപ്പമാക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. പുറമേ നോക്കുമ്പോൾ അവരൊറ്റപ്പെട്ടു, പക്ഷെ ദൈവം അവരെ കൈവിട്ടില്ല. അവർക്ക് വേണ്ടതൊക്കെ കിട്ടി. അതാണ് സന്ദേശം. അപ്പൊ വളരെ ചെറിയൊരു വചനമാണ്, പക്ഷെ അതില് വലിയൊരു തത്വമുണ്ട്. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വിശ്വാസത്തോടെ ദൈവത്തിൽ അഭയം തേടിയാൽ ആശ്വാസം കിട്ടും, സഹായം കിട്ടും. അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലായിരിക്കും, നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ. അങ്ങനെയൊരു ഓർമ്മപ്പെടുത്തല്. അതെ, അതുതന്നെ. അതാണ് കാതൽ. പ്രധാന ആശയം ഇതാണ്. നമ്മുടെ ചുറ്റുമുള്ള ലോകം, സാഹചര്യങ്ങൾ, അതൊക്കെ എത്ര മോശമായാലും നമ്മൾ ശരിക്കും ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ഒരു പ്രത്യേക തരം കാരുണ്യം, അതുപോലെ കാര്യങ്ങൾ എളുപ്പമാക്കി തരുന്ന ഒരു ദൈവിക ഇടപെടൽ, അത് അനുഭവിക്കാൻ പറ്റും. അതൊരു വെറും വാഗ്ദാനമല്ല. ഈ ആയത്ത് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണെന്നാണ്. ശരി. അപ്പോ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ. ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഗുഹയിൽ അഭയം തേടുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരുപക്ഷേ നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളിൽ നിന്ന്, സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ കുറച്ചുനേരം മാനസികമായി ഒന്ന് മാറി നിന്ന് ആശ്വാസത്തിനു വേണ്ടി, സഹായത്തിനു വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നത്. അതിന് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ എങ്ങനെ കാണാം? ഈ പറയുന്ന ദൈവിക കാരുണ്യവും കരുതലും
അത് ഈ കാലത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒന്നാണോ? ഇതൊന്ന് നിങ്ങൾ സ്വയം ആലോചിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ്.